പഞ്ചി ബ്രേക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു മധുര സാധനമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, പുഡിങ്. ഓക്കെ, അപ്പം വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് കാരമൽ പുഡിങ്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. ഇതാണ് കാരമലിൻ്റെ ബേസ്. പഞ്ചസാരയൊന്ന് ചുമന്ന കളറായിട്ട് വരട്ടെ. കണ്ടോ, പഞ്ചസാര ചുമന്ന് തുടങ്ങി. ഇപ്പോഴത്തേന് നമുക്ക് അല്ലെ ഒത്തിരി കറുത്തു നമ്മൾ തീയങ്ങ് ഓഫ് ചെയ്തു. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യൂടെ ചേർത്ത് കൊടുത്തു. ഇത് കട്ടിയാകാതെ ഇരിക്കാൻ വേണ്ടിയാണ് പഞ്ചസാര കഴിച്ചത്. കളർ കറക്റ്റായേ. ഓക്കെ, ഇനി നമുക്ക് പുഡിങ്ങിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. കാരമൽ പുഡിങ്ങിന് വേണ്ടിയ ഇൻഗ്രീഡിയൻസ്: 2 ഗ്ലാസ് പാല്, അതിന് കറക്റ്റ് അളവ് 4 മുട്ട, അല്ലെങ്കിൽ നമുക്ക് മുറിക്കാനുള്ള കട്ടി കിട്ടത്തില്ല. 1 ടീസ്പൂൺ വാനില എസൻസ്, ജാതിക്ക പൊട്ടിച്ച് ചിരണ്ടിയത്, പഞ്ചസാര ആവശ്യത്തിന്. ഇത്രയും സാധനമാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് പുഡിങ്ങിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്യാം. രണ്ട് ഗ്ലാസ് പാല്, 4 മുട്ട, ഓരോന്നും പൊട്ടിച്ചൊഴിച്ച് കേടാകുമ്പോൾ ഒന്ന് നോക്കിയിട്ടാണ് നമ്മൾ എടുത്തത്. ജാതിക്ക ഇച്ചിരി ചിരണ്ടി എടുത്ത്, ഒത്തിരി വേണ്ട, കമർപ്പ് കൂടും. കുറച്ച് ഒരു 1/4 സ്പൂണേ പറ്റും, ടീസ്പൂൺ. വാനില എസൻസ് 1/2 സ്പൂൺ. മധുരം കൂടുതൽ വേണ്ടിയവർക്ക് കൂടുതൽ ഉപയോഗിക്കാം, പക്ഷെ പുഡിങ്ങിന് അങ്ങനെ ഒത്തിരി മധുരം വേണ്ട. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. നമുക്കിതൊന്ന് ബീറ്റ് ചെയ്യാം. ഒത്തിരി ഒന്നും ബീറ്റ് ചെയ്യണ്ട, ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയാൽ മതി. അപ്പോൾ അപ്പച്ചപ്പിൽ വെള്ളം വെച്ച് നമ്മൾ പഞ്ചസാര കരിച്ച പാത്രം അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് പാത്രം ഇറക്കുമ്പോൾ നമ്മുടെ കൈ പൊള്ളും. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ പാത്രം അതിൻ്റെ അകത്ത് ഇറക്കി വെച്ചിട്ടാണ് തീ കത്തിച്ചേക്കുന്നത് കേട്ടോ. ഇനി അതിലേക്ക് നമ്മളിത് മിക്സ് ഒഴിക്കുകയാണ്.
അപ്പോൾ നമ്മൾ മിക്സ് എല്ലാം ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. കണ്ടോ? അപ്പം നമ്മുടെ പുഡിങ് തയ്യാറായി. ഇത് 45 മിനിറ്റ്സ് എടുത്ത് വേവാനായിട്ട് അപ്പച്ചമ്പി വെച്ച് കഴിഞ്ഞാൽ 15 മിനിറ്റ് ഞാൻ തീ കൂട്ടിയിട്ടു, അരമണിക്കൂർ തീ കുറച്ചിട്ടു. ഇനി ഇലക്ട്രിക് ഓവന് അകത്താണെങ്കിൽ നമുക്ക് 160 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ട് 45 to 60 മിനിറ്റ്സ് അതിൻ്റെ അകത്ത് വേവാനെടുക്കും. അതേപോലെ തന്നെ മൈക്രോവേവിലാണെങ്കിൽ ഒരു 70% പവർ ഇട്ടിട്ട് ഒരു 5 to 7 മിനിറ്റ്സിൽ ആകും. അപ്പോൾ ഏതി വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഈ പുഡിങ് ഒന്ന് തണുത്തതിന് ശേഷം നമ്മൾ കമത്തിയിട്ട് കൂൾ ചെയ്യാനായിട്ട് വെക്കും. കൂൾ ചെയ്ത് നമുക്ക് കട്ട് ചെയ്തെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം.